അറബി ഭാഷ മാതൃഭാഷയല്ലാത്ത, അതേപോലെ അറബ് ലോകത്ത് ജനിച്ചവരല്ലാത്ത നിരവധി അറബി സാഹിത്യകാരന്മാരുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ജനിച്ച, ഇന്ത്യയിൽ വളർന്ന ഇന്ത്യക്കാരായ നിരവധി അറബി സാഹിത്യകാരന്മാരുണ്ട്. ഇന്ത്യയിൽ അറബി ഭാഷ വലിയ വികാസം തന്നെ നേടിയിട്ടുണ്ട്. അറബി സാഹിത്യത്തിനും അതുപോലെ വളർച്ചയുണ്ടായിട്ടുണ്ട്. ഇന്ത്യക്കാരായ നിരവധി അറബി കവികൾ ചരിത്രത്തിലുണ്ട്. അവർ ഒരുപാട് രചനകൾ നടത്തിയിട്ടുമുണ്ട്. തീർച്ചയായും അറബി സാഹിത്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവരെക്കുറിച്ച് പഠിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ക്ലാസ്സിൽ ഇന്ത്യക്കാരായ അറബി സാഹിത്യകാരന്മാരെക്കുറിച്ചും ഇന്ത്യയിലെ അറബി സാഹിത്യത്തിൻ്റെ വളർച്ചയെക്കുറിച്ചുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ സംസാരിക്കുന്നത്. സൈനുദ്ദീനുൽ മഖ്ദൂം അൽ കബീർ. ഇന്ത്യയിലെ അറബി സാഹിത്യത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ രണ്ട് സൈനുദ്ദീനുൽ മഖ്ദൂം ഉണ്ട്. ഒന്ന് സൈനുദ്ദീനുൽ മഖ്ദൂം അൽ കബീർ, രണ്ട് സൈനുദ്ദീനുൽ മഖ്ദൂം അസ്വഗീർ. അവരെ പരസ്പരം മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവരുടെ യഥാർത്ഥ പേരും അവരുടെ കൃതികളുമൊക്കെ പരസ്പരം മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നമ്മളത് മനഃപ്പാഠമാക്കിയിരിക്കണം. സൈനുദ്ദീനുൽ മഖ്ദൂം അൽ കബീറിന്റെ മുഴുവൻ പേര് അലി ഇബ്നു അഹ്മദ് അൽ മഅബരി എന്നാണ്. അലി ഇബ്നു അഹ്മദ് അൽ മഅബരി. അദ്ദേഹത്തിന് ഒരുപാട് രചനകളുണ്ട്. ആ രചനകളിൽ പ്രധാനപ്പെട്ടതാണ് ഒന്ന് കിഫായത്തുൽ ഫറാഇൽ, കിഫായത്തുൽ ഫറാഇൽ. രണ്ട് ഷംസുൽ ഹുദ. മൂന്ന് സിറാജുൽ ഖുലൂബ് വ ഇലാജുൽ ദുനൂബ്, സിറാജുൽ ഖുലൂബ് വ ഇലാജുൽ ദുനൂബ്. പോർച്ചുഗീസുകാർക്കെതിരായ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ തദ്ദേശീയരായ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് തഹ്രീദു അഹ്ലിൽ ഈമാൻ അലാ ജിഹാദി അബദത്തി സ്വൽബാൻ. തഹ്രീദു അഹ്ലിൽ ഈമാൻ അലാ ജിഹാദി അബദത്തി സ്വൽബാൻ. അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് ഹിദായത്തുൽ അദ്കിയ ഇലാ ത്വരീഖിൽ ഔലിയ, ഹിദായത്തുൽ അദ്കിയ ഇലാ ത്വരീഖിൽ ഔലിയ. അദ്ദേഹം ഒരുപാട് അറബി കവിതകൾ എഴുതിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കവിതയാണ് തഗൗഫി ബിലാദില്ലാഹി മിൻ കുല്ലി മുംകിനിൻ വഖദ് അക്തറു ഫീഹൽ ഫസാദ ബിശുഹ്റത്തിൻ. തഗൗഫി ബിലാദില്ലാഹി മിൻ കുല്ലി മുംകിനിൻ വഖദ് അക്തറു ഫീഹൽ ഫസാദ ബിശുഹ്റത്തിൻ. ഇനി സൈനുദ്ദീനുൽ മഖ്ദൂം അസ്വഗീറിനെ കുറിച്ച് പറയാം. അദ്ദേഹത്തിന്റെ കൃതികൾ തെറ്റിപ്പോവാതെ, കൺഫ്യൂഷൻ ആവാതെ പൂർണ്ണമായി നമുക്ക് മനഃപ്പാഠമാക്കാം. അദ്ദേഹത്തിന്റെ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് ഇവിടെ പറയുന്നത്. ഇർഷാദുൽ ഇബാദ് ഇലാ സബീലിർ റശാദ്, ഇർഷാദുൽ ഇബാദ് ഇലാ സബീലിർ റശാദ്. ഇഹ്കാമു അഹ്കാമിൻ നിക്കാഹ്, ഇഹ്കാമു അഹ്കാമിൻ നിക്കാഹ്. അദ്ദേഹവും ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ആ കവിതകളിൽ ഒന്നാണ് ഫതുഹുൽ മുഈനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള, ഫതുഹുൽ മുഈൻ എന്ന ഫിഖ്ഹ് കിതാബിനെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു വരിയാണ്. ഫതുഹുൽ മുഈൻ കിതാബുൻ ശഅ്നുഹു അജബുൻ ഹവാ മിനൽ കുതുബി മാ ലം യഹ്വിഹി കുതുബുൻ. ഫതുഹുൽ മുഈൻ കിതാബുൻ ശഅ്നുഹു അജബുൻ ഹവാ മിനൽ കുതുബി മാ ലം യഹ്വിഹി കുതുബു. ഇനി ഉമർ ഖാളി. ഉമർ ഖാളി ജനിച്ചത് ഹിജ്റ 1177 അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ് നഫായിസുദ് ദുറർ, മഖാസിദുൻ നിക്കാഹ്, ഉസൂലുദ് ദബഹ്. നഫായിസുദ് ദുറർ, മഖാസിദുൻ നിക്കാഹ്, ഉസൂലുദ് ദബഹ്. അദ്ദേഹം ഒരുപാട് അറബി കവിതകൾ എഴുതിയ വ്യക്തിത്വമാണ്. അദ്ദേഹം വളരെ രസകരമായിട്ടാണ് അദ്ദേഹത്തിന്റെ കവിതകൾ ഉള്ളത്. അദ്ദേഹം മലയാളവും അറബിയും മിക്സ് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു വരി കവിതയാണ്. അത് ദീർഘമായ കവിതയാണെങ്കിൽ അതിലൊരു വരിയാണ് വലോ അൽഫ ആമിൻ മുങ്ങി കാക്കച്ചി ഫീ ലബൻ കമാ മിസ്ല വെള്ളക്കോക്ക് ആകൂല ഫീ സമൻ. വലോ അൽഫ ആമിൻ മുങ്ങി കാക്കച്ചി ഫീ ലബൻ കമാ മിസ്ല വെള്ളക്കോക്ക് ആകൂല ഫീ സമൻ.
1000 കൊല്ലം ഒരു കാക്കച്ചി പാലിൽ മുങ്ങിയാലും വെള്ളക്കൊക്കിനെ പോലെ ആവുകയില്ല. അപ്പോൾ അറബി വാക്കുകൾ വെള്ളക്കൊക്ക്, ആകൂല, കാക്കച്ചി, മുങ്ങി ഇങ്ങനെയുള്ള മലയാള വാക്കുകളോടൊപ്പം അറബി വാക്കുകളും ചേർത്തുകൊണ്ടാണ് ആ വരി അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ സ്വന്തം തറവാട് പറഞ്ഞ് മേന്മ പറയുന്ന മുസ്ലിം സഹോദരന്മാരെ കുറിച്ച് അദ്ദേഹം എഴുതുകയാണ്. അയാ ഫാഖിറൻ ബിന്നസബി കൈഫ തഫാഖുറു വഅസ്ലൂകുമു മിൻ ഖബ്ലു തിയം വനായരു. അയാ ഫാഖിറൻ ബിന്നസബി കൈഫ തഫാഖുറു വഅസ്ലൂകുമു മിൻ ഖബ്ലു തിയം വനായരു. സ്വന്തം തറവാടിന്റെ മേന്മ പറഞ്ഞ് ഫഖ്റ് നടിക്കുന്നവരെ, നിങ്ങൾക്ക് എങ്ങനെയായി ഇങ്ങനെ ഫഖ്റ് നടിക്കാൻ സാധിക്കുന്നത്? നിങ്ങൾ മുമ്പ് തീയനോ നായരോ ഒക്കെ ആയിരുന്നില്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ കവിതയിലൂടെ ചോദിക്കുന്നത്. ഷിബിലി അൻ-നുഅ്മാനി. ഷിബിലി അൻ-നുഅ്മാനി ജനിച്ചത് 1857 ഹിജ്റ വർഷമല്ല. ഹിജ്റ 1800 ആയിട്ടില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. ഹിജ്റ വർഷമല്ല, 1857 ഷിബിലി അൻ-നുഅ്മാനി ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ ലഖബ് അഥവാ അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് ഷംസുൽ ഉലമ എന്നാണ്. ഷംസുൽ ഉലമ. അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഒന്ന് അൽ ഗസ്സാലി. ഇമാം ഗസ്സാലിയെ കുറിച്ച് അദ്ദേഹം എഴുതി അൽ ഗസ്സാലി. രണ്ടാമത്തത് ഇൽമുൽ കലാം അൽ ജദീദ്. ഇൽമുൽ കലാം അൽ ജദീദ്. 3 താരീഖു ബദ്ഇൽ ഇസ്ലാം. താരീഖു ബദ്ഇൽ ഇസ്ലാം. 4 താരീഖു ദഅവത്തിൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്. താരീഖു ദഅവത്തിൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്. അബുൽ ഹസൻ അലി അൻ-നദ്വി ഇന്ത്യയിലെ അഗ്രഗണ്യനായ ഇസ്ലാമിക പണ്ഡിതനും അറബി ഭാഷയിലെ ഗ്രന്ഥകാരനുമായിരുന്നു അബുൽ ഹസൻ അലി അൻ-നദ്വി. 1914 അദ്ദേഹം ജനിച്ചത്. ഹിജ്റ വർഷം 1333. മരണപ്പെട്ടത് 1999 ഡിസംബർ 31 1914 ജനിച്ചു. 1999 ഡിസംബർ 31 മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുൽ ഹയ്യ് ഇബ്നു ഫഖ്റുദ്ദീൻ അൽ ഹുസ്നി എന്നാണ്. അബ്ദുൽ ഹയ്യ് ഇബ്നു ഫഖ്റുദ്ദീൻ അൽ ഹുസ്നി. അദ്ദേഹവും വളരെ വലിയ പണ്ഡിതനും ഗ്രന്ഥകാരനുമാണ്. അബുൽ ഹസൻ അലി അൻ-നദ്വി നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അവയിൽ പലതും ഏറെ പ്രസിദ്ധവുമാണ്. അവയിൽ 3 മാദാ ഖസിറൽ ആലം ബിൻ ഹിതാത്തിൽ മുസ്ലിമീൻ. മാദാ ഖസിറൽ ആലം ബിൻ ഹിതാത്തിൽ മുസ്ലിമീൻ. 2 അൽ ഖാദിയാനി വൽ ഖാദിയാനിയ. അൽ ഖാദിയാനി വൽ ഖാദിയാനിയ. അൽ അർക്കാനുൽ അർബഅ. അൽ അർക്കാനുൽ അർബഅ. ഇതിൽ ഏറെ പ്രാധാന്യമുള്ളതും ഏറെ പ്രശസ്തവുമാണ് മാദാ ഖസിറൽ ആലം ബിൻ ഹിതാത്തുൽ മുസ്ലിമീൻ എന്ന പുസ്തകം. അദ്ദേഹം നിരവധി പ്രസിദ്ധീകരണങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അവയിൽ 2 മജല്ലത്തു തഅമീർ. അത് ഉറുദു ഭാഷയിലാണ് അദ്ദേഹം പുറത്തിറക്കിയത്. 1947 മുതലാണ് അത് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. മജല്ലത്തു തഅമീർ. അദ്ദേഹം ഇറക്കിയ ഒരു പത്രമാണ് അർ-റായിദ്. അർ-റായിദ് 1959 മുതലാണ് ആ പത്രം ഇറങ്ങാൻ തുടങ്ങിയത്. ഇനി ഖാദി മുഹമ്മദ്. ഖാദി മുഹമ്മദ് ജനിക്കുന്നത് ക്രിസ്താബ്ദം 1590 1590. അദ്ദേഹത്തിന്റെ കൃതികളിൽ പ്രധാനപ്പെട്ടതാണ് ഫത്ഹുൽ മുബീൻ. ഫത്ഹുൽ മുഈനെ കുറിച്ച് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ഇത് ഫത്ഹുൽ മുബീനാണ് ഖാദി മുഹമ്മദ് എഴുതിയത്. അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ആ കവിതകളിൽ ഒന്നാണ് ഇലാകം അയ്യുഹൽ ഇൻസാൻ അല തസ്വീഫി വന്നിസിയാൻ. ഇലാകം അയ്യുഹൽ ഇൻസാൻ അല തസ്വീഫി വന്നിസിയാൻ. ഹമീദുദ്ദീൻ അൽ ഫറാഹി മറ്റൊരു പ്രമുഖനായ സാഹിത്യകാരനാണ്. ഹമീദുദ്ദീൻ അൽ ഫറാഹി. അദ്ദേഹം 1930 മരണപ്പെട്ടത്. അദ്ദേഹം മരണപ്പെട്ട വർഷം 1930. അദ്ദേഹം ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണ് മുഫ്രദാത്തുൽ ഖുർആൻ.
മുഫ്രദാത്തുൽ ഖുർആൻ. 2 അൽ ഹിക്മത്ത്. മുഫ്രദാത്തുൽ ഖുർആൻ, അൽ ഹിക്മത്ത് എന്നിവ ഹമീദുദ്ദീൻ അൽ ഫറാഹിയുടെ ഗ്രന്ഥങ്ങളാണ്. ഹമീദുദ്ദീൻ അൽ ഫറാഹി എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് സിർ മഅൽ അഖ്ലി ഐനമാ സാറ ദുർ മഅൽ ഹഖ് ഹൈസുമാ ദാറ. സിർ മഅൽ അഖ്ലി ഐനമാ സാറ ദുർ മഅൽ ഹഖ് ഹൈസുമാ ദാറ. അബൂ അത്വാ അസ്-സിന്ദി. അബൂ അത്വാ അസ്-സിന്ദി യഥാർത്ഥ പേര് അഫ്ലഹ് എന്നാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് അഫ്ലഹ് എന്നാണ്. അദ്ദേഹം ജനിച്ചത് എന്നാണ് എന്നതിന് വ്യക്തമായ രേഖകളൊന്നും ഇല്ല. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 180-ലാണ്. അദ്ദേഹം ജനിച്ചത് അന്നത്തെ ഇന്ത്യയിലെ സിന്ധിലാണ് അദ്ദേഹം ജനിച്ചത്. പക്ഷേ പിന്നീട് അദ്ദേഹം ബഗ്ദാദിലേക്ക് താമസം മാറ്റുകയായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം അറബി ഭാഷ പഠിക്കുകയും അതിൽ വളരെ നൈപുണ്യം നേടുകയും ചെയ്തത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലം അമവി രാജവംശത്തിന്റെ അവസാന കാലവും അതുപോലെ അബ്ബാസികളുടെ തുടക്ക കാലഘട്ടത്തിലുമാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം അബ്ബാസികളെ പുകഴ്ത്തിയിട്ടും കവിതകൾ എഴുതിയിട്ടുണ്ട്, അവരെ വിമർശിച്ചുകൊണ്ടും കവിതകൾ എഴുതിയിട്ടുണ്ട്. അബ്ബാസികളെ പുകഴ്ത്തിയിട്ടും അമവികളെ ഇകഴ്ത്തിയിട്ടും അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു വരി കവിതയാണ് ഇന്നൽ ഖിയാറ മിനൽ ബരിയതി ഹാശിമു വബനു ഉമയ്യ അർദലുൽ അശ്റാറി അമ്മദ്ദുആതു ഇലൽ ജിനാനി ഫഹാശിമു വബനു ഉമയ്യ മിൻ ദുആത്തിൻ നാരി. ഇന്നൽ ഖിയാറ മിനൽ ബരിയതി ഹാശിമു വബനു ഉമയ്യ അർദലുൽ അശ്റാറി. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാണ് ഹാഷിമികൾ. ബനു ഉമയ്യക്കാരാവട്ടെ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. അമ്മദ്ദുആതു ഇലൽ ജിനാനി ഫഹാശിമു. സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നത് ഹാഷിം കുടുംബമാണ്. ബനു ഉമയ്യ മിൻ ദുആത്തിൻ നാരി. ബനു ഉമയ്യ ആവട്ടെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരുമാണ് എന്നാണ് അദ്ദേഹം എഴുതിയ കവിതയുടെ അർത്ഥം. ഇന്നൽ ഖിയാറ മിനൽ ബരിയതി ഹാശിമു വബനു ഉമയ്യ അർദലുൽ അസ്റാരി അമ്മദ്ദുആതു ഇലൽ ജിനാനി ഫഹാശിമു വബനു ഉമയ്യ മിൻ ദുആത്തിൻ നാരി. ഇനി അബ്ദുൽ ഹയ്യ് അൽ ഹുസ്നി. അബ്ദുൽ ഹയ്യ് ഇബ്നു ഫഖ്റുദ്ദീൻ അൽ ഹുസ്നി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. നേരത്തെ അബുൽ ഹസൻ അലി അന്നദവിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവായ ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അബുൽ ഹസൻ അലി അന്നദവിയുടെ പിതാവാണ് അബ്ദുൽ ഹയ്യ് ഇബ്നു ഫഖ്റുദ്ദീൻ അൽ ഹുസ്നി. അദ്ദേഹം ജനിച്ചത് റായ്ബറേലിയിലാണ്. അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാപണ്ഡിതനാണ്. അതിൽ 2 ഗ്രന്ഥങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് നുസ്ഹത്തുൽ ഖവാത്തിർ, 2 അൽ ഹിന്ദു ഫി അഹ്ദിൽ ഇസ്ലാമി. നുസ്ഹത്തുൽ ഖവാത്തിർ, അൽ ഹിന്ദു ഫി അഹ്ദിൽ ഇസ്ലാമി. ഷാ വലിയുള്ള അദ്ദഹ്ലവി അഗ്രഗണ്യനായ പണ്ഡിതനും ഗ്രന്ഥകാരനുമാണ് ഷാ വലിയുള്ള അദ്ദഹ്ലവി. 1703 ക്രിസ്താബ്ദം 1703 ഡൽഹിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 1762 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ഗ്രന്ഥങ്ങളാണ് അൽ ഇൻസാഫ് ഫി ബയാനി സബബിൽ ഇഖ്തിലാഫ്, അൽ ഇൻസാഫ് ഫി ബയാനി സബബിൽ ഇഖ്തിലാഫ്, ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ വളരെ പ്രശസ്തമായ ഗ്രന്ഥമാണ്. അപ്പോൾ 2 ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൻ്റെത് പ്രധാനമായും നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അൽ ഇൻസാഫ് ഫി ബയാനി സബബിൽ ഇഖ്തിലാഫ്, ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗ. ഗുലാം അലി ആസാദ് അൽ ബൽഗ്രാമി, ഗുലാം അലി ആസാദ് അൽ ബൽഗ്രാമി. അദ്ദേഹം അറിയപ്പെടുന്നത് ഹസ്സാനുൽ ഹിന്ദ് എന്നാണ്. ഹസ്സാൻ റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയാം, അദ്ദേഹം മികച്ച കവിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഉപമിച്ചുകൊണ്ട് ഹസ്സാനുൽ ഹിന്ദ് എന്നാണ് ഗുലാം അലി ആസാദ് അൽ ബൽഗ്രാമി അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 2 ഇവിടെ പറയുന്നത്. അസ്സബ്അത്തു സയ്യാറ, അസ്സബ്അത്തു സയ്യാറ, സബ്ഹത്തുൽ മർജാൻ ഫി ആഥാരി ഹിന്ദുസ്ഥാൻ, സബ്ഹത്തുൽ മർജാൻ ഫി ആഥാരി ഹിന്ദുസ്ഥാൻ.
ഇനി അൽ അമീർ സുദ്ദീഖ് ഹസൻ ഖാൻ. സുദ്ദീഖ് ഹസൻ ഖാൻ 1832 ക്രിസ്താബ്ദം 1832 സുദ്ദീഖ് ഹസൻ ഖാൻ ജനിക്കുന്നത്. ഹിജ്റ വർഷം 1248. ബാൻസ് ബറേലി എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ബാൻസ് ബറേലി. അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ വ്യക്തിയാണ്. ആ ഗ്രന്ഥങ്ങളെല്ലാം മനഃപ്പാഠമാക്കി വെക്കാൻ നമുക്ക് കഴിയുകയില്ല. അത്രയേറെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മാത്രമാണ് നമ്മൾ ഇപ്പോൾ മനഃപ്പാഠമാക്കേണ്ടത്. അത്താജ് അൽ മുക്കല്ലൽ. അത്താജുൽ മുക്കല്ലൽ. 1890 അദ്ദേഹം മരണപ്പെട്ടു. ക്രിസ്താബ്ദം 1890 സുദ്ദീഖ് ഹസൻ ഖാൻ മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥം നമ്മൾ ഓർത്തു വെക്കുക, അത്താജുൽ മുക്കല്ലൽ.